ആ കുട്ടി വിളിച്ചു മല കല്യാണത്തിന് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഉപ്പാടെ അനിയൻ്റെ മോൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിൻ്റെ ഒരു 2 ദിവസം മുന്നെയാണ് നമ്മൾ ഗ്രൂൻ ട്യൂബിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് 2 പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഗ്രൂൻ ട്യൂബി ഉണ്ടായിരുന്നു, സംഗീത നൈറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മുഴുവനായിട്ട് വീഡിയോ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ പറഞ്ഞല്ലോ കല്യാണത്തിൻ്റെ 2 ദിവസം മുന്നെയാണ് നമ്മൾ ഗ്രൂൻ ട്യൂബി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്രൂൻ ട്യൂബിയൊക്കെ നമ്മൾ നല്ല അടിപൊളിയായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുറത്ത് വെച്ചിട്ടായിരുന്നു കേട്ടോ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു കല്യാണം ആയി കഴിഞ്ഞാൽ പിന്നെ നോർമലി നമ്മൾ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിലെല്ലാ കാര്യങ്ങളും ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവസാന സമയത്ത് വെച്ചിട്ട് നല്ലോണം മഴ പെയ്തിട്ടാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. കാര്യം 2 പ്രോഗ്രാം വീട്ടിൽ വെച്ച് ചെയ്യണോണ്ട് ഫോട്ടോസിനൊക്കെ ഒന്നൊരു ഡിഫറെൻ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പുറത്താക്കിയത് ഗ്രൂൻ ട്യൂബി. കാര്യം നമ്മളവരെ വീട്ടിൽ നല്ല സൗകര്യമൊക്കെ ഉണ്ട്, പുറത്തൊക്കെ കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റിയതായിരുന്നു. പിന്നെ മഴ ആയതുകൊണ്ട് എന്താ ചെയ്യുക, വീട്ടിൽ തന്നെ ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് ആ കേക്ക് വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കേക്ക് വരാൻ മാത്രമല്ല 3 മണിക്കാണ് നമ്മൾ പ്രോഗ്രാം വെച്ചിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് 3, 4, 5 ആയി. മഴ തീരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ വിചാരിച്ച് ഉള്ളിലേക്ക് വെക്കണം, മീൻസ് വീടിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഒരു സിറ്റ് ഔട്ട് ഉണ്ട് അവിടെ വെച്ചിട്ട് ചെയ്യണം, ആ സ്റ്റേജൊക്കെ ഉണ്ട്. പക്ഷെ ഇത്രയും പേരൊന്നും കൊള്ളൂല. അപ്പോൾ അന്നേരം ഞങ്ങളിങ്ങനെ വെയിറ്റാക്കി ലാസ്റ്റ് കുറച്ച് മഴ കുറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്ത് കേക്കെല്ലാം കട്ട് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഈ കുഞ്ഞിപ്പാടെ ഫാമിലിയൊക്കെ വരുന്നത്. പിന്നെ അതാ അങ്ങനെ നമ്മളെല്ലാവരും മീൻസ് നമ്മുടെ വീട്ടിലത്തെ അടുത്ത ഫാമിലി എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഗ്രൂൻ ട്യൂബിക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യം പ്ലാനിങ്ങിലുണ്ടായിരുന്നത് സാരി ഉടുക്കുക, അങ്ങനെയൊക്കെ പല പ്ലാനും ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റിൽ നമ്മൾ വിചാരിച്ച് നമ്മളെ വീട്ടിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ബ്ലാക്ക് ഡ്രസ്സ്. അപ്പോൾ നമുക്ക് അത് തന്നെ ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബ്ലാക്ക് ഡ്രസ്സാണ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത്. ബ്ലാക്ക് ടോപ്പും ജീനും ലൈറ്റ് ബ്ലൂ ജീനും പിന്നെ ഷോള് സെയിം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ അടിപൊളിയായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇത് നമ്മളെ വീട്ടിലത്തെ ഈ 6 പേരും എടുത്ത മക്കളാണ് കേട്ടോ. അവ വെച്ചിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തതാണ്. അങ്ങനെ ഇതാ ഗ്രൂൻ ട്യൂബിയൊക്കെ അടിപൊളിയായിട്ട് അവസാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഗ്രൂൻ ട്യൂബൊക്കെ ഏകദേശം ഒരു 6:30 ആകുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയത്ത് കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്നൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. അങ്ങനെ ഗ്രൂൻ ട്യൂബൊക്കെ മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 2 പ്രോഗ്രാം ഉണ്ട് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രൂൻ ട്യൂബി ഉണ്ട്, സംഗീത നൈറ്റും ഉണ്ട്. അപ്പോൾ സംഗീത നൈറ്റ് നമ്മൾ നൈറ്റിലേക്കാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാനൊന്ന് വീഡിയോ എടുക്കാൻ നിന്നതാണ്. കാര്യം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോഴേക്കും പിന്നെ ആ ഒരു പ്രോഗ്രാമും തിരക്കിലും പെട്ടുപോകും. സാധാരണ കല്യാണത്തിൻ്റെ അതിൻ്റെ തലേ ദിവസമൊക്കെ അല്ലേ വീട് കാണാൻ നല്ല ഭംഗിയുണ്ടാവുക. കാര്യം എല്ലായിടത്തും നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ചുറ്റുഭാഗമൊക്കെ നിന്നിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ സംഗീത നൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമ്മൾ വെച്ചതാണ്. സംഗീത നൈറ്റൊന്നുമല്ല, എന്നാലും നമുക്ക് ഒരു കല്യാണമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2-3 പ്രോഗ്രാമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആക്കിയതാണ്. അതിന് നമുക്ക് ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു. ഗേൾസിന് ഉണ്ടായിരുന്നത് റെഡ് ചുരിദാറും ബോയ്സിന് ഉണ്ടായിരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ് ഷർട്ടും ബ്ലാക്ക് മുണ്ടൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് കാണാം.
ആദ്യം നമുക്കൊരു ഡാൻസ് ആസ്വദിക്കാം അല്ലേ കുട്ടികളെ കുട്ടികളുടെ ഡാൻസ്. അങ്ങനെ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോഗ്രാം സംഗീത നൈറ്റ്. ചെക്കന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് അവനെയും കൂട്ടി കൈയൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടിയിട്ടാണ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പാട്ട് പാടാനൊന്നും വേറെ ആൾക്കാർ വേണ്ട, എൻ്റെ അമ്മായിയെല്ലാം തന്നെ ഉണ്ട്. അവർ അടിപൊളിയായിട്ടൊക്കെ പാട്ടൊക്കെ പാടിയിട്ട് നമ്മൾ സ്റ്റേജിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സംഗീത നൈറ്റ് എന്നുള്ളൊരു പേരേ ഉള്ളൂ. ഇവിടെ വന്ന് നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ച് നല്ലൊരു ഒരുപോലെ എൻജോയ് ചെയ്തേക്കണേ. ചെക്കന് ജസ്റ്റ് ഒന്ന് സൈലൻ്റായൊക്കെ നിന്ന് പിന്നെ അവനും കൺട്രോൾ വിട്ട് അവന് നന്നായിട്ട് കളിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ 2 പ്രോഗ്രാം വരുന്നത്. നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ, താങ്ക് യു. പാട്ടിൽ മുഹമ്മദ് അഷ്റഫിൻ മകനായ പുതുമണവാളൻ മോനെ